السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وطبا كاملا. رب تمن بالخير والسعادة. ബഹുമാനമുള്ള അൽ ഫത്തുഹൽ മുഈൻ വാൽഫിയ സബക്കിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് എല്ലാ ബഹുമാനികളും, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നലെ നാം ഫത്തുഹൽ മുഈനിൽ എത്തിയതിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം. നാം ഇന്നലെ മനസ്സിലാക്കിയത് വുളൂഇന്റെ ഷർത്തുകൾ, അത് കുളിയുടെ ഷർത്ത് പോലെ തന്നെ 5 എന്ന് പറഞ്ഞു. അതിലൊന്ന് മുത്തലഖാണ് എന്ന് പറഞ്ഞു, ഉപാധികൾ ഇല്ലാത്ത വെള്ളം, വേറൊരു പേര് കൊണ്ട് അതിനെ പേര് കൊടുക്കാത്തത്, അങ്ങനത്തെ വെള്ളമാണ് എന്ന് പറഞ്ഞു. അതായത് അശുദ്ധിയെ ഉയർത്താനോ അല്ലെങ്കിൽ നജസിനെ നീക്കാനോ ഒക്കെ മറ്റുള്ള ശുദ്ധീകരണങ്ങൾക്കും ഒക്കെ പറ്റുന്ന വെള്ളം, അത് മുത്തലക്കായ വെള്ളമാണ്, മറ്റൊരു പേര് വരാത്ത വെള്ളം എന്ന് പറഞ്ഞു. അപ്പൊ വെള്ളത്തിനെ 3ആയിട്ട് ഓഹരി ചെയ്യാറുണ്ട് നമ്മുടെ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ. അതായത് തൊഹൂറ്, ത്വാഹിർ, നജസ്. നജസ് ഒന്നിനും പറ്റൂല, അതും വെള്ളം തന്നെയാണ്, മൂത്രം പോലുള്ള വെള്ളമാണല്ലോ, പക്ഷെങ്കിൽ അത് ഒന്നിനും പറ്റൂല, അതിനെ തന്നെ കഴുകി വൃത്തിയാക്കേണ്ടതാണ്. അതേസമയത്ത് തൊഹൂർ എന്ന് പറഞ്ഞാല് സ്വന്തം ശുദ്ധിയുള്ളതുമാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. അതാണ് ഏത് മുത്തലഖ് എന്ന് പറഞ്ഞത്. അൻസൽനാ മിനസ്സമായി മാഅൻ തൊഹൂറ എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ഖുർആനിലുള്ളത് വഅൻസൽനാ മിനസ്സമായി മാഅൻ തൊഹൂറ. സൂറത്തുൽ ബഖറയിലും മറ്റുള്ള സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും നമുക്ക്. അപ്പോ അതുപോലെ സൂറത്ത് മുൽക്കിലും അവസാന ഭാഗത്ത് കാണാം നമുക്ക്. ആരാണ് ശുദ്ധമായ വെള്ളത്തെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടങ്ങളിലൊന്നും ഒക്കെ വളരെ വ്യക്തമാണ്, ഈ ഉദ്ദേശിക്കുന്ന വെള്ളം അതേതാണ്, അത് തൊഹൂറായ വെള്ളമാണ്, അതാണ് മുത്തലക്കായ വെള്ളം എന്ന് പറയുന്നത്. മറ്റുള്ള കൈതുകളില്ല. ഇനി അതിൽ ഒരു വെള്ളമുണ്ട്, ആ വെള്ളം ത്വാഹിറാണ് എന്ന് വെച്ചാല് ബിനഫ്സിഹി, സ്വന്തം അത് ശുദ്ധി ഉണ്ട്, പക്ഷെ എന്തിനു പറ്റില്ല, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റില്ല. അതായത് പനനീർ വെള്ളം, തേങ്ങാ വെള്ളം, സുർക്ക, ഇങ്ങനെയൊക്കെ ജ്യൂസ് പോലുള്ളൊക്കെ എടുത്തോളൂ. ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ സ്വന്തം ശുദ്ധിയുള്ളതാണ്, നമുക്ക് കുടിക്കാൻ പറ്റൂല. പക്ഷെ അതുകൊണ്ട് വുളു ചെയ്യാനോ കുളിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള സുന്നത്തായ ശുദ്ധീകരണങ്ങൾക്കോ ഒന്നിനും പറ്റില്ല. അപ്പൊ അത്. മൂന്നാമത്തേതാണ് നജസ് എന്ന് പറയുന്നത്. നജസ് പിന്നെ ഒന്നിനും പറ്റില്ല, അതാണ്. അങ്ങനെ 3 നിലക്കായിട്ടാണ് അതിനെ ഓഹരി ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ പറയപ്പെട്ട ശുദ്ധീകരണങ്ങൾക്കൊക്കെ പറ്റുന്ന വെള്ളം അത് മുത്തലക്കായ വെള്ളമാണ്. അപ്പൊ വെള്ളം എന്ന പേരല്ലാതെ മറ്റൊരു പേരായ്മ പറയാൻ പറ്റൂല. അപ്പോ ചിലപ്പോൾ ഈ വെള്ളത്തിന് അതിന്റെ സ്ഥലത്തിന്റെ പേര് കൊണ്ട് അതിന് പേര് കിട്ടും. ചില കാലാവസ്ഥ പ്രകാരം മാറ്റം വരുന്നത് കൊണ്ട് ഒരു പേര് കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ, അതായത് ചില സ്ഥലങ്ങളിലെ വെള്ളത്തിന് മധുരം ഉണ്ടാവും, അതിന്റെ തുഴമ്പിന് രുചിക്ക് മധുരം ഉണ്ടായിരിക്കും, അത് ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. ചിലത്തിന് സുഗന്ധത്തിന്റെ മണം ഉണ്ടായിരിക്കും, മിസ്കിന്റെ ഒക്കെ മണം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഉണ്ടാവാം, അങ്ങനെ വരും. അല്ലെങ്കിൽ ചിലതിന് ഉപ്പുരസം ഉള്ളതായിട്ട് വെള്ളങ്ങൾ ഉണ്ടാവും. ഈ വെള്ളമൊക്കെ നമുക്ക് വുളു ചെയ്യാനും കുളിക്കാനും ശുദ്ധീകരണത്തിനും പറ്റും. കാരണം അത് ആ സ്ഥലത്തിലുള്ള പ്രത്യേകതയാണ് എന്നല്ലാതെ വെള്ളത്തിലുള്ള പ്രത്യേകതയായിട്ടല്ല അതിനെ കാണുക. അതുപോലെ സമുദ്രം, നമ്മളെ കടലിലെ വെള്ളം, അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കാം, യാതൊരു കുഴപ്പവുമില്ല. അപ്പൊ അതെല്ലാം ആ സ്ഥലത്തുള്ള വെള്ളമാണ്. അതേ സമയത്ത് നമ്മൾ മുത്തലക്കായ വെള്ളം എന്ന് പറയുന്നപ്പോൾ മഴവെള്ളം, അത് മുത്തലക്കാണ്. അത് മറ്റൊരു പേരും കൈതും മഴവെള്ളം എന്ന് പറഞ്ഞാലും അതിന് ഈ പറയപ്പെട്ട നിബന്ധന ഒരു പേരും അതിന്റെ മേൽ വരികയില്ല. അങ്ങനത്തെ വെള്ളങ്ങളുണ്ട്. അതേ സമയത്ത് പനനീർ വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ ജാഫറാന്റെ കുങ്കുമത്തിന്റെ വെള്ളമോ അതല്ലെങ്കിൽ സുർക്ക അങ്ങനെയൊക്കെയുള്ള വെള്ളങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ചെടികളിൽ നിന്നൊക്കെ എടുക്കുന്ന വെള്ളങ്ങളോ ഒക്കെ ഉണ്ടാവാം. ഈ വെള്ളങ്ങളൊന്നും ശുദ്ധീകരണത്തിന് പറ്റുകയില്ല, സ്വന്തം ശുദ്ധിയുള്ളതാണ് എന്ന് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോ അതാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പറയപ്പെട്ട ശുദ്ധീകരണത്തിനൊക്കെ പറ്റുന്ന വെള്ളം അത് മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഉപാധിയും ഇല്ലാത്തത്. ഇപ്പൊ നമുക്ക് ആളുകളെ തന്നെ നമുക്ക് പേരിൽ പറയാം. ആ ആള് ഇപ്പൊ മനുഷ്യനാണ്, ആ മനുഷ്യനാണെങ്കിൽ തന്നെ അയാള് ചിലപ്പോ എന്ത് പറയാം, ആൾ പോലീസുകാരനായ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അധ്യാപകനായ ഒരു മനുഷ്യനാണ്, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ടൈറ്റിലും ഒരു കൈതും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത് മനുഷ്യൻ ആ പദത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുമല്ലോ. എന്ന പോലെ ഈ വെള്ളം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ് എന്നാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ അതിനെ ചുരുക്കിക്കൊണ്ട് വല്ലഹാസിൽ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ പറയപ്പെട്ട ശുദ്ധീകരണം നടക്കുകയില്ല
അതിനെ ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. എന്തല്ലാതെ ഇല്ലൽ മാ ഉൽ മുത്തലഖു, അവിടെ നമ്മൾ നിരത്തി മുത്തലക്കായ വെള്ളം കൊണ്ടല്ലാതെ. വഹുവ, എന്താ ഈ മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാല് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് മനസ്സിലാക്കുന്നത്. അതായത് മാ യഖഉ അലൈഹി ഇസ്മുൽ മാഇ എന്നാണ്. അതായത് യസിഹു അൻ യഖഅ എന്നാണ്. അത് മാ യഖഉ അലൈഹി എന്ന് പറഞ്ഞാല് ആ വെള്ളത്തിന്റെ മേല് നമുക്ക് പറയാൻ പറ്റും, സഹീഹാവും എന്ന് വെച്ചാല് മറ്റൊരു കൈത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. അതാണ്. അങ്ങനെ ഒരു കൈതും കൂടാതെ ലാസിമായിട്ട് ആ വെള്ളത്തിന് മറ്റെന്തെങ്കിലും ഉപാധികളോ മറ്റോ ചേർത്തിട്ട് പറയപ്പെടേണ്ടുന്ന ഒരു അവസ്ഥയില്ല. അപ്പൊ അങ്ങനെയുള്ള വെള്ളം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വഹുവ, ആ മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ മാ ഒരു വെള്ളമാണ്. യഖഉ അലൈഹി, ആ മായുടെ മേൽ സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? ഇസ്മുൽ മായി, വെള്ളം എന്ന പേര്. അപ്പൊ വെള്ളം എന്ന പേര് അതിന് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? ബിലാ ഖൈദിൻ, ഒരു ഉപാധിയും കൂടാതെ. ഒരു ഉപാധി എന്ന് വെച്ചാൽ വേറെന്തെങ്കിലും പേരിനെ കൂട്ടിച്ചേർത്തിട്ട് പറയേണ്ടുന്ന ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അങ്ങനെയുള്ള വെള്ളം. ഇപ്പൊ മഴവെള്ളമാണ്, കിണറ്റിലെ വെള്ളമാണ്, അല്ലെങ്കിൽ കുളത്തിലെ വെള്ളമാണ്, സമുദ്രത്തിലെ വെള്ളമാണ്, അല്ലെങ്കിൽ കനാലിലെ വെള്ളമാണ്, അല്ലെങ്കിൽ പുഴയിലെ വെള്ളമാണ്. ഈ വെള്ളങ്ങളൊക്കെ തന്നെ. പക്ഷെ ഈ പറയുന്ന പേരുകൾ എന്താണ്? അത് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ്. പക്ഷെ വെള്ളം വെള്ളം എന്നുള്ള പേര് തന്നെ പറയുന്നുള്ളൂ. അപ്പൊ ആ വെള്ളമാണ് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. അപ്പൊ പിന്നെ അവിടെ ചിലപ്പോൾ വെള്ളം നമ്മൾ തിളപ്പിക്കും. അങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ നിന്ന് പുകയോ മറ്റോ ഒക്കെ പൊന്തി വരും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിന്റെ പേരിനോ അല്ലെങ്കിൽ ഈ മുത്തലക്ക് വെള്ളം എന്നതിനോ വല്ല മാറ്റവും ഉണ്ടോ ഇല്ലയോ? എന്നാൽ അതിനെ കുറിച്ചാണ് ഇനി അവിടെ ഇബാറത്ത് പറഞ്ഞത്. വൈ റഷഹ മിൻ ബുഖാരിൽ മായി, വെള്ളത്തിന്റെ പുകയിൽ നിന്ന് തെറിച്ചാലും ശരി പൊന്തിയാലും ശരി നിറ വരിക എന്നൊക്കെ പറയും. ആ തൊഹൂരി, ശുദ്ധിയുള്ളതായ. എങ്ങനത്തെ ശുദ്ധിയുള്ള വെള്ളം? അൽ മുഗല, എങ്ങനത്തെ തിളപ്പിക്കപ്പെട്ട വെള്ളം. അതല്ലാതെ ഏതല്ല, ചൂട് ഭൂമികളില് ചൂടുള്ള രാജ്യത്ത് വെള്ളം ചൂടായി കിടക്കും. ആ ചൂടായി കിടക്കുന്ന വെള്ളം അത് മറ്റ് മഹല്ലി പോലുള്ള കിതാബുകൾ പറയുന്നുണ്ട്. ആ വെള്ളം കൊണ്ട് പിന്നെ സൂര്യനിൽ ചൂടായ വെള്ളം കൊണ്ട് നമ്മുടെ ശുദ്ധീകരണമോ മറ്റോ ചെയ്യരുത് എന്ന്. അതിന് അവിടെ തന്നെ കല്ലൂബിയിൽ ഒരു കാരണം പറഞ്ഞു. എന്താണ്? അത് വെള്ളപ്പാണ്ട് പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആ വെള്ളം അതിന് ഉപയോഗിക്കാൻ പറ്റിയത് അല്ല എന്നർത്ഥം. അപ്പോ അത് സ്വന്തം ഒന്ന് തണുത്തതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതല്ല, ഇത് നമ്മുടെ മുത്തലക്കായ വെള്ളം തന്നെ. കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം, അതിൽ മഴക്ക് കിട്ടിയ വെള്ളം, അല്ലെങ്കിൽ നമ്മളീ പറയുന്ന ആറുകളിൽ നിന്ന് എവിടുന്ന് കിട്ടിയ ആ വെള്ളം, ആ വെള്ളം തിളച്ചപ്പോ ഇത് പുക വന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ഈ പേരിന് മോശമില്ല. അതൊക്കെ നല്ലത് തന്നെയാണ്. ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റിയാണ്. അല്ലെങ്കിൽ ആ ഉസ്തൂലിക്ക ഫീഹിൽ ഖലീത്തു, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഉടഞ്ഞു ചേർന്നു. അൽ ഖലീത്തു, അതായത് കലരുന്ന സാധനം, അതായത് ശുദ്ധിയുള്ള സാധനം എന്നർത്ഥം. അപ്പൊ അവിടെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ശുദ്ധിയുള്ള സാധനം കലർന്നു ചേർന്നു. ഈ പറയുന്ന വെള്ളം 2 കൊല്ലത്തിന്റെ താഴെ ഉള്ളതുമാണ്. അങ്ങനെ വരുമ്പോ അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു തകയ്യുറ്, അതായത് പുറത്തേക്ക് അതിന്റെ രുചി, മണം ഇതുണ്ടല്ലോ, അത് ശരിക്ക് പ്രകടമായി കാണുന്ന കൂടുതലായിട്ട് വന്നാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതേ സമയത്ത് ഇപ്പോ കൊള്ളിക്കഷ്ണം ഏതെങ്കിലും ഇപ്പൊ വെള്ളത്തിൽ നമ്മളെ കൊള്ളി എന്തെങ്കിലും വീണു, അതല്ലെങ്കിൽ സാഫറാനിന്റെ എന്തെങ്കിലും ലേശ അംശം വീണു, ഇങ്ങനെയൊക്കെ വീണിട്ട് അതൊന്നതിൽ മിക്സായി അതുകൊണ്ടൊരു വലിയ മാറ്റം ഇല്ലാത്തതാണെങ്കിൽ, എന്ന് വെച്ചാൽ യസീറൻ, അത് ഷറഹയിൽ കാണാം, യസീറായ ചെറിയതായ തകയ്യുറൻ യസീറേ ഉള്ളൂ എങ്കിൽ ആ വെള്ളം ഉപയോഗിക്കാം. ആ വെള്ളത്തിനും ഏത് പേര് പറയും? നമ്മൾ അപ്പോൾ മുത്തലക്കായ വെള്ളം എന്ന് പറയും. അങ്ങനെയാണ്. അല്ലെങ്കിൽ അപ്പോ ഒന്നുകൂടി മനസ്സിലാക്കാം. എങ്ങനെയാണ് പറഞ്ഞത്? ഇസ്മുൽ മായി ബിലാ ഖൈദിൻ വൈ റഷഹ മിൻ ബുഖാരിൽ മായി തൊഹൂരി, ശുദ്ധിയുള്ളതായ വെള്ളത്തിന്റെ പുകയിൽ നിന്ന് തെറിച്ചാലും ശരി, അത് പൊന്തി വന്ന് നുറ പൊന്തിയെന്നാണെങ്കിലും ശരി എന്നർത്ഥം. ആ ഉസ്തൂരിക ഫീ, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഉടഞ്ഞു ചേർന്നു. അൽ ഖലീത്തു ത്വാഹിറു, ശുദ്ധിയുള്ളതായ ഉടഞ്ഞു ചേരുന്ന വസ്തു. അതിനാണ് ഞാൻ പറഞ്ഞത് സാഫറാനോ അല്ലെങ്കിൽ ഉഴുത് പോലുള്ള സാധനങ്ങൾ ഏതെങ്കിലും ചേർന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആ കുയ്യിത, ആ വെള്ളത്തിന് ഉപാധി പറയപ്പെട്ടു, കയ്യിൽ കൊടുക്കപ്പെട്ടു. എന്തുകൊണ്ട് കുയ്യിത? ബി മുവാഫഖത്തിൽ വാഖിഇ, അതിന്റെ ആ നിൽക്കുന്ന സ്ഥലത്തിന്റെ യോജിപ്പ് കൊണ്ട് പറഞ്ഞു. അത് കുഴപ്പമില്ല. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ, അതായത് സമുദ്ര വെള്ളമെന്നോ കിണറ്റിലെ വെള്ളമെന്നോ അല്ലെങ്കിൽ ആറിലെ വെള്ളമെന്നോ അല്ലെങ്കിൽ കനാലിലെ വെള്ളമെന്നോ അല്ലെങ്കിൽ പാറക്കെട്ടിലെ വെള്ളമെന്നോ ഒക്കെ നമ്മൾ പറയില്ലേ, ഈ പറയപ്പെട്ട പേര് കൊണ്ട് അതിന് പേരുണ്ടായെങ്കിൽ കുഴപ്പമില്ല. വാക്ക് എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്ന ഇതിന്റെ ആ സ്ഥലത്തിനോട് യോജിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും കൈത് കൊടുക്കപ്പെട്ടു. കമാഇൽ ബഹരി, കമാഇൽ ബഹരി, അതായത് സമുദ്രത്തിലെ വെള്ളം പോലെ അങ്ങനെ കൊടുക്കപ്പെട്ട വെള്ളമാണെങ്കിൽ അതും മുത്തലക്കായ വെള്ളം തന്നെയാണ്. അപ്പൊ ഒന്നുകൂടെ അർത്ഥം വെക്കാവ്, കൊയ്യിത,
അല്ലെങ്കിൽ ആ വെള്ളത്തിന് ഖൈദ് പറയപ്പെട്ടു, ഉപാധി പറയപ്പെട്ടു. എന്തുകൊണ്ട് കൊയ്യിതാബി മുവാഫഖത്തിൽ വാക്കയി, ആ വെള്ളം നിൽക്കുന്ന സ്ഥലത്തിനോട് യോജിപ്പുള്ള ഒരു പേര് പറഞ്ഞു. അതേതുപോലെ ആ മുവാഫക്കായിക്കുന്ന പേര് ഏതുപോലെ കമായിൽ ബഹരി, സമുദ്രത്തിലെ വെള്ളം പോലെ. എന്നാൽ ഈ പറഞ്ഞതിൽ നിന്ന് ഒഴിവാണ് ഇനി പറയുന്നത്. ബിലാ ഖൈദിൻ എന്ന് പറഞ്ഞതിന്റെ ഇഹ്തിറാസ്, ഖൈദ് കൊടുക്കപ്പെട്ടതായിട്ടേ പറയുള്ളൂ. അതേതുപോലെ, അതായത് നമ്മളിപ്പോ പിന്നെ കിണറ്റിന്നോ അല്ലെങ്കിൽ പിന്നെ കുളത്തിന്നോ ഇവിടുന്നൊക്കെ വെള്ളം കോരി വന്നാൽ ആ വെള്ളത്തിന്മേൽ ചൂണ്ടിട്ട് വെള്ളം എന്ന് മാത്രം തന്നെ പറയുള്ളൂ, അതിനൊരു ബക്കറ്റ് വെള്ളം എടുത്താല്. അതേ സമയത്ത് നമ്മൾ ഒരു കുപ്പി പനനീർ വെള്ളം കൊണ്ടുവച്ചിട്ട് അതിന് ചൂണ്ടിയിട്ട് വെള്ളം എന്നല്ല പറയാം, പനനീർ വെള്ളം എന്ന് പറയാം. അല്ലെങ്കിൽ കുറെ ഇളനീരുണ്ട്, തേങ്ങ ഉണ്ട്, അതൊക്കെ പാടെ വെട്ടിയിട്ട് വലിയൊരു ചെമ്പട്ടിക്കാക്കി അല്ലെങ്കിൽ വലിയൊരു തട്ടിക്കാക്കി 2 കൊല്ലത്തല്ല 2 കൊല്ലത്തോ 2 കൊല്ലത്തോ എത്ര വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ചൂണ്ടിട്ട് നമ്മൾ എന്താ പറയാ, അത് പിന്നെ പനനീർ വെള്ളം അല്ല, പനനീർ വെള്ളമാണ് അല്ലെങ്കിൽ ഇളനീർ വെള്ളമാണെന്ന് പറയാം. അതല്ലെങ്കിൽ ചായ ഉണ്ടാക്കി ആ ചായ വെള്ളമാണ് കിടക്കുന്നത്, എന്നിട്ട് അതിമുക്ക് ചൂണ്ടിയത് വെള്ളം കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും അതിന് ചൂണ്ടിട്ട് എന്തേ പറയാൻ പറ്റൂ, ചായ വെള്ളം എന്നേ പറയുള്ളൂ. അതേ സമയത്ത് കുളത്തുനിന്നോ കിണറ്റിന്നോ മറ്റുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുന്ന വെള്ളമാണ് തൊട്ടിയിൽ ഇരിക്കുന്നതെങ്കിൽ അതിനെ ചൂണ്ടിട്ട് ഇത് സമുദ്രത്തിലെ വെള്ളമാണെന്നോ അല്ലെങ്കിൽ ഇത് കുടലോ അങ്ങനെ പറയേണ്ടത് ഒരു ഗതികേട് വരില്ല, അതിന് വെള്ളം എന്നേ പറയുള്ളൂ. അതാണ് പറയണത്. അല്ലെങ്കിൽ ബി ഖിലാഫി മാ ലാ യുദ്കറു ഇല്ലാ മുഖയ്യിദൻ, ഖൈദ് കൊടുത്തിട്ട് അല്ലാതെ പറയപ്പെടുകയില്ലാത്ത ഒന്നിന് എതിരായിട്ട് എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞതിൽ നിന്ന് ഒഴിവാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റില്ല, വുളു ചെയ്യാൻ പറ്റില്ല. റോസ് വാട്ടർ ആണ്, പള്ളർച്ചും മില്ലത്തിന് കുടിക്കാനൊക്കെ പറ്റും, പക്ഷെ എന്തിനു പറ്റില്ല, കുളിക്കാൻ പറ്റില്ല, വുളു ചെയ്യാൻ പറ്റില്ല, മസ്നൂനായിട്ടുള്ള ആ സുന്നത്തുകൾ ചെയ്യുന്നതിനൊന്നും പറ്റുകയില്ല. അതാണ്. എന്നാ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. കമാ ഇൽ വർദി, ഏതുപോലെ, പനനീർ വെള്ളം പോലെ, റോസ് വാട്ടർ പോലെ. അപ്പൊ മുത്തലക്കായ വെള്ളമായിരിക്കണം എന്നാണ്. പിന്നെയോ ഗൈറു മുസ്താമലിൻ ഫി ഫർളി ത്വഹാറത്തിൻ മിൻ റഫഇ ഹദസിൻ അസ്ഗറ വ അക്ബറ, വലിയ അശുദ്ധിയിൽ ചെറിയ അശുദ്ധി ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട, അതായത് ഫർളിൽ ഉപയോഗിക്കപ്പെടാത്തതും ആയിരിക്കണം. ഏത് ഈ മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ സിഫത്ത് കാശിഫയാണ്. അതായത് ഗൈറു മുസ്താമലിൻ ഫി ഫർളി ത്വഹാറത്തിൻ, ത്വഹാറത്ത് എന്ന ഫറദിൽ ഉപയോഗിക്കപ്പെടാത്തതായിരിക്കണം. അപ്പൊ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടാത്തത് ആയിരിക്കണം എന്നർത്ഥം. ആ ഫറദ് എന്തിനാല് മിൻ റഫഇ ഹദസിൻ, അശുദ്ധി ഉയർത്തലിനാല്. ആ അശുദ്ധി എന്തിനാല്, എങ്ങനത്തെ അശുദ്ധിയാണ്, അസ്ഗറ ചെറിയ അശുദ്ധി, ഉളു ഔ അക്ബറ ഒരു വലിയാണ്. അത് അപ്പൊ ഒരു സംശയം അവിടെ വരും. അപ്പൊ ഈ മുസ്താമലി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുമ്പോ അത് ഷാഫി മതവിഭാരന്റെ മുസ്താമലാണോ അല്ലെ ഹനഫി മതവിഭാരന്റെ ആണോ ഹംബലിയാണോ മാലിക്കാണോ എന്നൊക്കെ വരില്ല. അപ്പൊ അതിനൊരു സൂചന വന്നു. വലോ മിൻ തുഹരി ഹനഫിൻ, ഹനഫീന്റെ ശുദ്ധീകരണത്തിൽ നിന്നാണെങ്കിലും ശരി എന്ന് വെച്ചാൽ അത് പിന്നെ മുസ്താമലായ വെള്ളം എന്നതിനെ ആമാക്കിയിട്ട് വിശദീകരിച്ചു തരാണ്. അതായത് പിന്നെ ഹനഫീന്റെ എന്ന് പറയാൻ കാരണം എന്താണ്, ഓര് നമ്മളെ പോലുള്ള നെയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓല ചെയ്യേണ്ടത് അത് തന്നെയാണ് നെയ്യത്ത് എന്നാ ഒരു പറയുന്നത്. ചോറ് പാത്രം കൊടുന്ന് വെച്ച് അതിലേക്ക് കൈയിട്ടാണ് വയ്ക്കുമ്പോ അതന്നെയാണ് അവിടെ ഇത് നെയ്യത്ത്. അല്ല ചോറാവുന്നു ഞാനാവുന്നത് വയ്ക്കുന്നു എന്നുള്ള നെയ്യത്തും വേണ്ട ഒന്നും വേണ്ട എന്ന് അവര് പറയും, അവർ അക്കലിന്റെ ആൾക്കാരാണ്. അപ്പൊ നെയ്യത്ത് മനസ്സിൽ കരുതാതെയോ നാവുകൊണ്ട് തലഫുദ് ചെയ്യാതെയോ ആയിരിക്കും ആര് ഉളു ചെയ്യുക, ഹനഫികള്. അപ്പൊ അങ്ങനെ ആ ഹനഫി ഒന്നുണ്ടാക്കിയിട്ടുള്ള വെള്ളമാണെങ്കിൽ അത് പറ്റുമോ എന്ന സംശയം ഒന്നും വേണ്ട. ആ വെള്ളമാണെങ്കിലും അതും ഫറദിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുസ്താമലാണ് എന്നർത്ഥം. അലം ഞൻവി, അല്ലെങ്കിൽ ചെറിയ കുട്ടിയാണ്, മുമൈസാവാത്ത കുട്ടി, ആ കുട്ടിക്ക് എന്താ നെയ്യത്തും കാര്യങ്ങളും, ആ കുട്ടിയാണ് ആ വെള്ളം ഉപയോഗിച്ചത് ഉതുണ്ടാക്കാനും മറ്റിനും, ആ വെള്ളമാണ് ശേഖരിച്ചത്. എന്നാൽ ഇനി ആ വെള്ളം കൊണ്ട് നമുക്ക് കുളിക്കാനോ ഉതു ചെയ്യാനോ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ മസല അത് പറ്റുകയില്ല എന്നാണ് എന്നെ മനസ്സിലാക്കുന്നത്. ഔസോബിയൻ ലയുമൈസ് ഇത് തോവാഫിൻ എന്നിട്ട് വേറെ വിഷയം എങ്ങനെ വരികയാണ്. അപ്പൊ ഇൻഷാല്ല അവിടെ വരെ നമുക്ക് ഇന്ന് എടുത്തിട്ടുള്ളൂ. വലോമിൻ തുഹുരി ഹനഫിയൻ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് ലം ഞൻവി ഔ സൊബിയൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോ അവിടെ വരെ നമുക്ക് എത്തി. ഇൻഷാല്ല അതിന്റെ ബാക്കി ഭാഗം നാളെ നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.